ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നുണ്ടല്ലോ നമ്മൾ ഒരു ഈസി മട്ടൻ ചുക്കയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം ഒരു 1/4 കിലോ മട്ടൻ ഞാൻ അതിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ മട്ടൻ്റെ കളറൊന്ന് മാറിക്കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റ് ചെറിയ തീയിലിട്ട് നല്ലോണം ഇളക്കി കൊടുത്താൽ തന്നെ അതിൻ്റെ ലൈറ്റ് ആ പിങ്ക് കളറൊന്ന് മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ തന്നെ അതൊന്ന് ലൈറ്റായിട്ട് പോയിട്ട് ഒട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് ജെൻറ്റിലായിട്ടൊന്ന് നല്ലോണം ഇളക്കി കൊടുത്താൽ ആ എണ്ണയിൽ കിടന്ന് നല്ലോണം വഴണ്ട് കിട്ടും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. അത്ര ഈസി ആയിട്ടുള്ളൊരു മട്ടൺ ചുക്കാണ് ചെയ്യുന്നത്. സോ മട്ടൺ ഒന്ന് വഴഞ്ഞതിന് ശേഷം നമ്മൾ 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുകയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റ് സോട്ട് ചെയ്താൽ മതിയാവും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി. പിന്നെ മട്ടൺ കുറവല്ലേ, നമുക്ക് ഒത്തിരി വെള്ളമൊന്നും വേണ്ട. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ വെക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു 3 വിസിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് വേവിക്കാനായിട്ട്. അപ്പോൾ എക്സാക്റ്റ് 3 വിസിൽ കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ 3ാമത്തെ വിസിലും വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. സോ ആ സമയത്ത് ഞാനിവിടെ മസാല റെഡിയാക്കുകയാണ്. ഒരു ജാറിലേക്ക് 1/4 സ്പൂണ് മുഴു കുരുമുളകും പിന്നെ 1/2 സ്പൂൺ ജീരകവും കൂടി ഇട്ട് നല്ലോണം മിക്സിയിലിട്ട് അടിച്ച് പൗഡറാക്കുക. ഇവിടെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ, നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വെളിച്ചെണ്ണയിൽ ഇനിയും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഓയിൽ ചൂടായതിന് ശേഷം ഞാനിവിടെ ഒരു 4 ചെറിയ പച്ചമുളക് സ്ലിറ്റ് ചെയ്തിടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഫസ്റ്റ് പച്ചമുളക് എണ്ണയിലിട്ട് വഴറ്റി ഒന്ന് നോക്കിക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഫ്ലേവറിന് വേണ്ടിയിട്ട്, അത്രയേ ഉള്ളൂ. അതൊന്ന് വഴണ്ടിയതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ച മട്ടൺ ഇല്ലേ, അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇടാം. അപ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഫസ്റ്റ് മട്ടൺ നമുക്ക് പാനിലോട്ടിടാം, പിന്നീട് വെള്ളം ഒഴിക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലോ ദേഹത്തോട്ടോ ഒക്കെ തെറിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ മെല്ലെ ഗ്യാസ് ചെറുതാക്കി വെച്ചതിന് ശേഷമാണ്, സിമ്മിൽ വെച്ചതിന് ശേഷം ഇതിടുക. എന്നിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, നല്ലോണം ഒന്ന് യോജിപ്പിക്കുക. ചെറിയ തീയിൽ തന്നെ കിടക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ വെള്ളവും ഓയിലും കൂടെ അത് പോയി ചേരുമ്പോൾ നല്ലോണം തെറിക്കും. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച പൗഡർ ചെയ്ത് വെച്ച കുരുമുളകും ജീരകത്തിൻ്റെ പൗഡറില്ലേ, അത് ഇതിലേക്ക് ഇടുക. നമ്മൾ എടുത്ത കറക്റ്റ് അളവാട്ടോ, അപ്പോൾ എല്ലാം മൊത്തം ഇടാം. അപ്പോൾ അതും കൂടെ ഒന്ന് നല്ലോണം യോജിപ്പിച്ച് കൊടുക്കുക. ചെറിയ തീ തന്നെ ഇരിക്കട്ടെ, നല്ലോണം അതൊന്ന് മിക്സ് ആവട്ടെ. അപ്പോൾ ഇത് നമ്മുടെ മട്ടനിലെ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട്. നമുക്കിനിയും കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കാനുണ്ട്. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി 1 മിനിറ്റ് ഒന്ന് ഡ്രൈ ആക്കിയാൽ മതിയാവും. ഇതാ നമ്മുടെ ഫൈനൽ ടച്ചപ്പാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്, ഓണിയൻ. അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് അതിൻ്റെ മുകളിലേക്കിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മൾ നോർമലായിട്ട് സവാള ഫസ്റ്റ് ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ ഇതൊരു വെറൈറ്റി മട്ടൺ ചുക്കയാണ്. അതാ ഞാൻ പറഞ്ഞ ഈസി ആൻഡ് വെറൈറ്റി ആൻഡ് സിമ്പിൾ. അപ്പോൾ അതും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് സോട്ട് ചെയ്യുക. സവാള നല്ലോണം ഒന്നും വഴറേണ്ട ആവശ്യമില്ല, ഇതൊന്ന് കടിക്കാൻ കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ഒരു 30 സെക്കൻഡ്സ് ഒന്ന് സോട്ട് ചെയ്തിട്ട്
നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ഈസി മട്ടൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കണേ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.